വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് എച്ച് രവിവർമ്മ വായനശാല കുറച്ച് മാസങ്ങളായി നടത്തിവരുന്ന സൺഡേ മിറർ, ഈ മാസത്തെ സൺഡേ മിറർ ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനവും കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള വർത്തമാനകാല ചരിത്രത്തിന്റെ ആവശ്യമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് എച്ച് രവിവർമ്മ വായനശാലയില് സൺഡേ മിററുമായി ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ പ്രശസ്ത ഭാവഗായകൻ പി ജയേന്ദ്രന്റെ അനുസ്മരണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളുമാണ് നടത്തുവാനായി തീരുമാനിച്ചത്. ഇന്നത്തെ ഈ പരിപാടിയിൽ അനുമോദന സന്ദേശത്തിന് പുറമെയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അതുപോലെ തന്നെ സംഘനൃത്തത്തിലും പാഠപുസ്തക ചിത്രരചനാ മത്സരത്തിലുമൊക്കെയായി പങ്കെടുത്ത് വിജയം നേടിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ഒരു അനുമോദന ചടങ്ങും കൂടി നടക്കുന്നുണ്ട്. അതിനുശേഷം കരേക്ക ഗാനാലാപനവും സിനിമാ പ്രദർശനവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ സൺഡേ മിറർ പരിപാടി നടത്തുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുമെന്നുള്ളത് കൊണ്ട് അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കടക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പി ജയചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ യദുഎസ് മാരാറാണ്. അദ്ദേഹം ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എച്ച് രവിവർമ്മ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വളരെ ഊഷ്മളമായി തന്നെ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ അനുസ്മരണ സന്ദേശങ്ങൾ അത് ഇവിടെ പങ്കെടുത്ത് സംസാരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് വിയൻ ആണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സുഹൃത്തിനെ വളരെ ഊഷ്മളമായി സ്വാഗതം പറയുകയാണ്. അതുപോലെ ചേർപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വിദ്യ രമേശ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യ രമേശിനെ വായനശാലയ്ക്ക് വേണ്ടി, വായനശാലയുടെ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡ് മെമ്പർ ശ്രീ കെ ബി പ്രജിത്ത് സന്നിഹിതനായിട്ടുണ്ട്. പ്രജിത്തിന് സ്വാഗതം പറയുകയാണ്. പ്രശസ്ത സംഗീത അധ്യാപിക ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ KT ശ്രീജ ടീച്ചർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം പറയുകയാണ്. അതുപോലെ ഇവിടെ പ്രശസ്ത നാടകത്തിലൊക്കെ വളരെയധികം പ്രാതിനിധ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ചാക്കോടി അന്തിക്കാട് മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റു അനുമോദിക്കാനായിട്ട് അനുമോദനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ കുട്ടികളായിട്ടുള്ള KR രേവതി SCERT പാഠപുസ്തക ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. ആ കുട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം പറയുകയാണ്. എന്നതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം 2025 സംഘടിപ്പിച്ചപ്പോ അതിലെ കുച്ചിപ്പിടി മത്സരത്തില് A ഗ്രേഡ് നേടിയിട്ടുള്ള ആദ്യ ബിജോയ്ക്ക് സ്വാഗതം പറയുകയാണ്. അതുപോലെ HSS വിഭാഗം സംഘനൃത്തത്തില് സ്കൂൾ തലത്തിൽ A ഗ്രേഡ് നേടിയിട്ടുള്ള CATS ഇവിടെ ചേർന്നിട്ടുണ്ട്. CAക്ക് സ്വാഗതം പറയുകയാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ ഈ എച്ച് രവിവർമ്മ വായനശാലയുടെ അതിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സിബിൻ ടി ചന്ദ്രൻ അദ്ദേഹത്തിനും
സ്വാഗതം പറയുകയാണ്. എച്ച് രവിവർമ്മ വായനശാലയിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും അതിന്റെ പ്രവർത്തകർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത ഗായകനും കൂടിയായിട്ടുള്ള തിയോ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിനും സ്വാഗതം പറയുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ, അതുപോലെ തന്നെ ഈ വായനശാലയെ വളരെയധികം സ്നേഹിക്കുന്നവർ, ഇവിടുത്തെ നാട്ടുകാർ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സിബിൻ ടി ചന്ദ്രനോട് ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ, പ്രശസ്ത പിന്നണി ഗായകനും നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള ശ്രീമാൻ യദു എസ് മാരാർ, സ്വാഗതം ആശംസിച്ച വായനശാല ഭരണസമിതി അംഗം ശ്രീ AS അൻവർ, വേദിയിലുള്ള ചാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് സുരേഷ് അവർകൾ, ചാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ചാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ വായനശാലയുടെ മുൻ ഭരണസമിതി അംഗവുമായിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ KB പ്രജിത്ത്, ചിറ്റൂർ ഗവൺമെന്റ് സംഗീത കോളേജിലെ സംഗീത അധ്യാപിക ഡോക്ടർ KT ശ്രീജ ടീച്ചർ, വായനശാല ഭരണസമിതി അംഗം ജയകൃഷ്ണേട്ടൻ, ചാക്കോ മാഷ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, കലയിലൂടെ നമുക്ക് ചേർന്ന് നിൽക്കാം. ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മളറിയാതെ അകന്നുപോയ ചില സംസ്കാരങ്ങൾ നമുക്ക് വീണ്ടെടുത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറാം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാസവും ഞായറാഴ്ചകളിൽ രണ്ടാമത്തെ ഞായറാഴ്ച എന്നുള്ള രീതിയിലാണ് നടന്നു വന്നിരുന്നതെങ്കിൽ കൂടി ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ആ മാസത്തിലെ പിന്നെ തൊട്ടടുത്ത ഞായറാഴ്ചകളായിട്ട് മുടക്കം കൂടാതെ നമ്മുടെ ഈ വായനശാല അങ്കണത്തിൽ സൺഡേ മിറർ നടന്നു വരികയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ ഉള്ളിലെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാൻ നമ്മുടെ പ്രദേശത്തെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള വായനശാല അങ്കണം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളിൽ നിന്ന് അകന്നു പോയ പ്രിയപ്പെട്ട ഭാവഗായകൻ P. ജയചന്ദ്രന്റെ പേരിലുള്ള ഈ അനുസ്മരണ സമ്മേളനം ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പിന്നണി ഗായകനും നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള യദു എസ് മാരാറാണ്. അദ്ദേഹത്തെ വളരെ ആദരവപൂർവം നമുക്കെല്ലാവർക്കും വേണ്ടി ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിൽ വരിക്കുന്ന എല്ലാ നല്ലവരായ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി തന്നെ ഈ ചടങ്ങിലേക്ക് എന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിൽ അത്യധികം സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ, നമ്മൾ പാട്ട് കേട്ട്
അദ്ദേഹത്തിന്റെ പാട്ടുകളായിരിക്കും, ജയേന്ദ്രൻ സാറിന്റെ പാട്ടുകൾ ഒരുപാട് കേട്ട് വളർന്ന ആൾക്കാരായിരിക്കും നമ്മൾ മുമ്പിലിരിക്കുന്ന, എന്റെ പിന്നിലിരിക്കുന്ന ആരാണെങ്കിലും നമ്മുടെ അത്രയും ബഹുമാനിക്കുന്ന ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകള് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണം അതിൽ ഉദ്ഘാടകനായിട്ട് എന്നെ ക്ഷണിക്കുക അല്ലെങ്കിൽ എന്നെ അതിന് കരുതുക എന്നൊക്കെ പറയുന്നത് തന്നെ എന്റെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോ പിന്നെ എന്നെ സംബന്ധിച്ച് ജയചന്ദ്രൻ സാറിന്റെ ഒരു കാര്യം എന്താ വെച്ചാല്, ഞാൻ ഒരു അനൂപ് ശങ്കർ എന്ന് പറയുന്ന ഗായകനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഓം സ്റ്റുഡിയോ എന്ന് പറയും, തൃശ്ശൂരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ MA പഠിക്കുന്ന സമയത്ത് അറക്കൽ നന്ദകുമാർ സാറിന്റെ ഒരു പാട്ടിന് വേണ്ടി കോറസ് പാടാൻ പോയതാണ്. ആ സമയത്ത് ജയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടു, ഞാൻ അദ്ദേഹത്തിന് മുന്നിലൊരു പാട്ടും പാടി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ഏറ്റവും വലിയ അത്ര ആശിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹത്തോട് പറഞ്ഞ ഉടനെ നീ പാടാ, നീ വന്നിരിക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ, അത് ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ മൊബൈലിൽ. അപ്പൊ പെട്ടെന്നുള്ളൊരു അദ്ദേഹത്തിന്റെ വിയോഗം ശരിക്കും നമുക്ക് വിഷമം ഉണ്ടാകുന്നതാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമ്മൾ അദ്ദേഹത്തെ എന്നും ഓർക്കുന്നുണ്ട്. പിന്നെ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ലെങ്കിൽ കൂടുതൽ പാട്ട് പാടാനേ പറ്റുള്ളൂ, അധികം സംസാരം പ്രശ്നമാണല്ലോ. അപ്പോ ഞാൻ സൂപ്പർ 4 മഴവിൽ മനോരമയിലെ സൂപ്പർ 4 എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത കാര്യം പലർക്കും അറിയുണ്ടായിരിക്കാം. പക്ഷെ ആദ്യം ആ പരിപാടിയിൽ പോയിട്ട് ഫസ്റ്റ് ഓഡിഷനിൽ പാടിയത് നിൻമണിയറയിലെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാട്ടാണ്. ആ പാട്ട് ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. എത്ര പാടിയാലും കേട്ട് മതി വരാത്ത, പാടിയാൻ മടുക്കാത്തൊരു പാട്ടാണത്. ആ പാട്ടാണ് ഞാൻ ഇപ്പൊ പാടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ആദ്യം ആ പാട്ട് പാടാം. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ, പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ, ശൃംഗാരമധുപൂറും നിൻരാഗപാനപാത്രം എന്നുമെന്നധരത്തോടടുക്കുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഇന്ദുവദനെ നിന്റെ നീരാട്ടുകടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദുവദനെ നിന്റെ നീരാട്ടുകടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദ്രനീലാഭതൂകും നിൻ മലർമിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ
ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമേ വിരിമാറിൽ പടരുമല്ലോ. താങ്ക് യു. ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഒന്നും കൂടെ നന്ദി പറയുകയാണ്. കൂടാതെ ഈ മഹത്തരമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അനുസ്മരണ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി ചാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ സുരേഷ് വി എൻ അവരുടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഊരകം HH രവിവർമ്മശാല ഒരു വർഷത്തിലേറെയായി നടത്തിവരുന്ന സൺഡേ മിറർ പ്രോഗ്രാമിലേക്ക് അന്വേഷിച്ച് പലതവണ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എന്നിട്ടും അന്വേഷിച്ച അവരോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത YS മാരാർ അദ്ദേഹത്തിന് തന്നെ ഒരു ഗാനം പാടിക്കൊണ്ട് ഈ ധന്യമുഹൂർത്തം നമുക്കൊന്നുകൂടി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ വളർന്നു വരുന്ന കലാകാരന്മാരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി HH രവിവർമ്മശാല നടത്തിവരുന്ന ഈ പ്രവൃത്തി വളരെയധികം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും നമ്മുടെ ഇവിടെ ഇന്ന് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള ചിത്രരചന ഇതിലെ ആ കുട്ടി ഈ പാഠപുസ്തകം കുട്ടിയുടെ വീഡിയോകൾ കണ്ടിരുന്നു. ആ കുട്ടി ഭിന്നശേഷിക്കാരിയായിട്ട് കൂടി ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ച ആ കുട്ടിയുടെ അച്ഛനമ്മമാരെ വളരെയധികം പ്രശംസിക്കേണ്ടതാണ്. അപ്പോ ഈ ഇങ്ങനെയുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്ന HH രവിവർമ്മശാലയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അനുസ്മരണ സന്ദേശം നൽകുന്നതിന് വേണ്ടി ചാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി വിദ്യാരമേശിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ സിബിൻ ടി ചന്ദ്രൻ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നാടിന്റെ അഹങ്കാരമായ YS മാരാർ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭാവഗായകൻ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മളെ വിട്ടുപോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു പിടി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ യാത്രയായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഗാനങ്ങൾ എന്നും ഈ നിലനിൽക്കുന്ന കാലം അത്രയും നമ്മൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരാനായിട്ടുള്ള നമ്മുടെ എന്ത് രസമായിട്ടാണ് ഈ അദ്ദേഹത്തിന്റെ ഗാനം ഇവിടെ ആലപിച്ചത്. കേട്ടിരുന്നു പോകും നമ്മൾ. അദ്ദേഹത്തിന്റെ ഒരു പകർപ്പ് തന്നെയാണോ എന്ന് എനിക്കത് കേട്ടപ്പോൾ സംശയം തോന്നി. എന്തായാലും ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച വായനശാലയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത അനുസ്മരണ സന്ദേശം നൽകുന്നതിന് വേണ്ടി 10ാം വാർഡിന്റെ മെമ്പർ ശ്രീ പ്രജിത് കവിയെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞ വായനശാല കമ്മിറ്റി അംഗം YS അൻവർ, ഇതിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വായനശാലയുടെ പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പെരുവനത്തിന്റെ മേള പ്രശസ്തി വാനോളം ഉയർത്തിയ പെരുവന സതീശന്മാരുടെ മകനും അതുപോലെ തന്നെ മേളകലയിലും സിനിമാ പിന്നണി ഗാനത്തിലും ഒരുപാട് പ്രശസ്തികൾ ഏറ്റുവാങ്ങിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട യദു, ചാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ്, ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, അതുപോലെ തന്നെ
ടീച്ചർ, അതുപോലെ ഇവിടെ ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള നടനും ഭാവഗായകനുമായ പി ജയചന്ദ്രൻ ഈ മാസം 9-ാം തീയതി നമ്മളെല്ലാം വെട്ടിപിരിഞ്ഞു പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അനുസ്മരിക്കാനുമായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ യദുവിടെ ഒരു പാട്ട് പാടിയിട്ട് യദുവിന് പാടുമെങ്കിൽ പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള, എനിക്ക് അദ്ദേഹം ആ പാട്ട് എത്രത്തോളം പ്രിപ്പയർ ആണെന്ന് എനിക്കറിയില്ല അദ്ദേഹം പാടാനായിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് മിഴി രണ്ടിൽ എന്ന ചിത്രത്തിലെ ഒരു ആലിലത്താലിയുമായി എന്ന് പറയുന്നൊരു ഗാനം. അദ്ദേഹത്തിന് അത് പാടാൻ കഴിയുമ്പോൾ ഇവിടെ ഒന്ന് പാടി കേൾക്കണമെന്ന് ഈ അവസരത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായനശാലകളൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളായിരുന്നു. നമ്മുടെ സർഗഭാവനകളും നമ്മുടെ സംസ്കാരത്തും ഒക്കെ ഊട്ടിയുറപ്പിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ വായനശാലകൾ. കുറച്ചു കാലങ്ങളായിട്ട് അതിൽ നിന്ന് ഈ വായനശാല മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് വായനശാലകളൊക്കെ തന്നെ അവരുടെ പ്രധാന കർത്തവ്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ മുഴുവനായിട്ട് കണ്ടതാണ്. ഇപ്പൊ വീണ്ടും നമ്മുടെ വായനശാലകളൊക്കെ തന്നെ അത്തരത്തിലുള്ള നമ്മുടെ സംസ്കാരത്തിന്റെയും സർഗവാസനകൾ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സൺഡേ മിറർ എന്ന പരിപാടി സംഘടിപ്പിക്കുന്ന ഈ രവിവർമ്മ വായനശാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് നമ്മൾ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമ്മളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ്. അതിൻ്റെ ഒരു സുദിനമാണെന്ന് നമ്മളെല്ലാവരും ഇവിടെ ആഘോഷിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ നേടിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നെ ഇത്ര വർഷം പിന്നിടുമ്പോൾ അത് പടി നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നും കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിച്ചു പോകണം, നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമൊക്കെ തന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന അതേ അളവിൽ തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഒരു നിർമ്മാല്യം എന്നൊരു സിനിമയൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഇതിന്റെ നോട്ടീസിലൊക്കെ കണ്ടു. 1973 നമ്മുടെ മലയാളത്തിലേക്ക് ഭരത് അവാർഡ് കൊണ്ടുവന്ന പി.ജെ. ആന്റണിയുടെ എം.ടി. വാസുദേവൻ നായരായിട്ടുള്ള നിർമ്മാല്യം എന്ന ചിത്രമൊക്കെ ഇവിടെ ഉണ്ട്, പ്രദർശനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച വായനശാലയുടെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അത് ഒരിക്കൽ കൂടി നമ്മുടെ മലയാളത്തിന്റെ ഭാവഗായകനായ പി ജയചന്ദ്രനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം നിർത്തുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ സംഗീത അധ്യാപികയായിട്ടുള്ള പ്രിയങ്കരിയായ ഡോക്ടർ KT ശ്രീജ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള യദു, അതുപോലെ ആശംസകൾ അർപ്പിച്ചിട്ടുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹൃദയരെ, ആദ്യമായിട്ട് പറയട്ടെ, H.H. രവിവർമ്മ വായനശാല ഒട്ടും വൈകാതെ തന്നെ പി ജയചന്ദ്രൻ അവർകളെ അനുസ്മരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായി എന്ന് അറിയിക്കുന്നു. പിന്നെ ചേട്ടനെ പോലുള്ള ഒരു പ്രഗത്ഭ വ്യക്തിയെ അനുസ്മരിക്കാനായിട്ടുള്ള കഴിവൊന്നും എനിക്കായിട്ടില്ല. എങ്കിലും നിങ്ങളെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ പാട്ടുകളുടെ വലിയൊരു ആരാധിക കൂടിയാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, മറ്റാർക്കും അനുകരിക്കാൻ സാധിക്കാത്ത ഒരു ശൈലിക്ക് ഉടമയാണ് അദ്ദേഹം. നമുക്ക് യേശുദാസിനെ പോലെ പാടുന്ന കുറെ പേരെ കാണാം, പക്ഷെ ചേട്ടനെ പോലെ പാടുന്ന അധികം പേരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ വേറിട്ട് നിൽക്കുന്ന ഒരു ശൈലി തന്നെയാണ്.
ധാരാളം പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അവസാന കാലത്തോട് അടുക്കും തോറും അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ എന്താ പറയാ, യുവത്വത്തോട് കൂടിയിട്ടാണ് നിന്നിരുന്നത്. പണ്ട് പാടിയതിനേക്കാളും കുറച്ചും കൂടി യങ്ങായിരുന്നു അവസാന കാലഘട്ടങ്ങളിൽ പാടിയിരുന്നത്. ഇപ്പൊ ഈ 3 ദിവസം മുന്നെയാണ് അവസാനമായിട്ട് പാടിയിട്ടുള്ള പാട്ട് റിലീസായിട്ടുള്ളത്. കല്ലറഗോപൻ സംഗീത സംവിധാനം ചെയ്ത് ഇന്ദുലേഖയും ജയേട്ടനും കൂടി പാടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു അദ്ദേഹത്തിന്റെ സംഗീതത്തെ അദ്ദേഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെയൊന്നും വിമർശിക്കാനോ അനലൈസ് ചെയ്യാനോ നമ്മൾ ആരുമല്ല. എനിക്ക് തോന്നുന്നത് ഒരു അദ്ദേഹത്തിന്റെ പാട്ടുകളോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു വളരെ ലേസി ആയിട്ട് ലാഘവത്തോട് കൂടിയിട്ട് ഒരു എന്താ പറയുക, നമ്മളോട് സാധാരണ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളത്. കാലൊക്കെ കയറ്റി വെച്ചിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. വീട്ടിലിരിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു സംഭാഷണ ശൈലിയാണ്. അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭാർഗവി നിലയം താമസബന്ധേ വരുവാൻ എന്നുള്ള ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ധാരാളം തവണ സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അത്രയും ആ പാട്ടിന്റെ ഒരു കട്ട ഫാനാണെന്ന് പറയും. അങ്ങനെ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തന്റെ പാട്ടുകൾ പാടുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം മറ്റുള്ളവരുടെ പാട്ട് കേൾക്കാനാണ്. അത് സിനിമാ പാട്ട് മാത്രമല്ല, എല്ലാ മ്യൂസിക് സിസ്റ്റം, എല്ലാ തരത്തിലുള്ള സംഗീതവും, ഹിന്ദുസ്ഥാനി ആവട്ടെ വെസ്റ്റേൺ ആവട്ടെ, എല്ലാ തരത്തിലുള്ള സംഗീതവും അദ്ദേഹം ധാരാളം കേൾക്കാറുണ്ട്. എന്നിട്ട് പിന്നെ പറയും ചെയ്യും, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് പഠിച്ചത് മുഴുവൻ കേൾവിയിലൂടെയായിരുന്നു. മുഹമ്മദ് റാഫിയുടെ പാട്ടുകള് ജയേട്ടനെ പോലെ കേട്ടിട്ടുള്ള വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറയും. അദ്ദേഹത്തിന്റെ ടൈ ഒക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തായിട്ട് അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്, മുഹമ്മദ് റാഫിയുടെ ടൈ ഒക്കെ. അപ്പോ അതുപോലെ തന്നെ സുശീലാമ്മയുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് അദ്ദേഹം. മറ്റേ ഈ പാട്ടുണ്ടല്ലോ അർജുന മാഷ, ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ എന്നുള്ള പാട്ട് നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും ആരാണ് പാടിയത് എന്നുള്ളത്. എനിക്ക് മുഴുവൻ വരികൾ ഓർമ്മയില്ല. ഞാൻ വേറൊരു പാട്ട് പാടാം. ഞാനിത് ഞാൻ പല്ലവി മാത്രം പാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം. ഇതാണ് എനിക്ക് തോന്നുന്നത് യേശുദാസിനേക്കാളും കൂടുതൽ തവണ ഈ പാട്ട് പാടിയിട്ടുള്ളത് ജയേട്ടനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് ആരാണ് ഒറിജിനൽ പാടിയിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ താമസമെന്താ വരുവാൻ അദ്ദേഹം ധാരാളം പാടി കേട്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം എപ്പോഴും പറയാറില്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ മകൻ തിയോന് ജയേട്ടനോട് പാടിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവൻ ചെയ്തിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ആൽബത്തിന് പാടാനായിട്ട് ഇദ്ദേഹം വന്നു. അപ്പൊ വളരെ മുൻചുണ്ടിക്കാരനാന്നുള്ളൊരു എല്ലാവർക്കും അറിയാലോ, എപ്പോഴാണ് ചൂടാവുക എന്നുള്ളത് അറിയില്ല. അത് ചേട്ടന്റെ ഒരു നേച്ചർ അതാണ്. കാരണം ആൾക്ക് അങ്ങനെ ആയിരിക്കാനേ പറ്റൂ, എനിക്ക് ഞാനായിരിക്കാനേ പറ്റുള്ളൂ എപ്പോഴും പറയാറുണ്ട്. അപ്പോ അദ്ദേഹം വന്നിട്ട് അവന്റെ അടുത്ത് ചോദിച്ചു, ഏതാ പാട്ട്, ഏതാ രാഗം ചോദിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ശുദ്ധസാരംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ശുദ്ധസാരംഗിൽ വേറെ ഏത് പാട്ടുള്ളത്? അപ്പൊ ഇവൻ പറഞ്ഞത് വിദ്യാസാഗർ ചെയ്തിട്ടുള്ള തെനാലിയിലെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഇതൊരു പാട്ട്, അൻപേശിവത്തില്. ഓക്കെ. അപ്പൊ പാട്ട് പാടി. അപ്പൊ ജയേട്ടൻ ചോദിച്ച്, MSV ചെയ്തിട്ടുള്ള കർണറിലെ പാട്ട് നീ കേട്ടിട്ടില്ലേ? അപ്പൊ ആ സമയത്തൊന്നും അവൻ ജനിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ ഇത് കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും വളർന്നു വരുന്ന ആൾക്കാർക്ക് ഒരു മാർഗദർശിയായിട്ട് എപ്പോഴും ചേട്ടൻ നിന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ പിന്നണി രംഗത്തേക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക ഗായകരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പി ജയചന്ദ്രനാണ്. ഇപ്പോൾ മഞ്ജു മേനോൻ ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. മഞ്ജു മേനോനെ ആദ്യമായിട്ട് താരനൂപുരം ചാർത്തി എന്നുള്ള പാട്ട് പാടാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ചേട്ടനാണ്. അതുപോലെ മിൻമിനി, അങ്ങനെ കുറെ പേർക്ക് സിനിമ രംഗത്തേക്ക് ഒരു വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ളത് പി ചന്ദ്രൻ. നിർലോഭമായിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിക്കും അദ്ദേഹം എല്ലാവരെയും. അപ്പൊ ഇവനെ പോലുള്ള ഒരു കുട്ടി എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അതിന് പോയി. ഇവരെ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ എന്താ റെക്കോർഡിങ് കഴിയാണ്ട് ഇറങ്ങിപ്പോയോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനാണ് എനിക്ക്. അപ്പൊ പിന്നീട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോ ആള് പറഞ്ഞു, ഫോൺ വെക്കി, ഇവിടെ ഭയങ്കര പാട്ടാണ്. എന്താ വെച്ചാൽ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടുന്നു, സുശീലാമ്മയുടെ പാട്ടുകൾ പാടുന്നു. ഇതിങ്ങനെ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന പാട്ട് നീ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചിത്രയെ വിളിച്ചിട്ട് പറഞ്ഞു, 23 വയസ്സുള്ള ഒരു പയ്യനാണ് പാട്ട് ചെയ്തേക്കണത്. അതൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതി. വിഷ്കുലി എന്നുള്ള ഒരു ആൽബത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഞ്ജുവൊക്കെ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വേദിയില് അവർ രണ്ടുപേരും ഡ്യൂറ്റ് പാടുകയാണെങ്കിൽ മഞ്ജു നന്നായിട്ട് പാടിനി അവിടെ വെച്ചിട്ട് തന്നെ വളരെയധികം അഭിനന്ദിക്കും. അതേപോലെ തന്നെ ചൂടാവുകയും ചെയ്യും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോ ഇത്തരം തന്റെ പാട്ട് എല്ലാവരും പല ഗായകരും അവനവൻ വളർന്നു വരണം എന്നാണ് ആഗ്രഹിക്കുക. പക്ഷെ ജയേട്ടനെ പോലുള്ള ഒരാള് തന്റെ കൂടെയുള്ള മറ്റുള്ളവരും കൂടി വളർന്നു വരണം, സംഗീതത്തിന്റെ എല്ലാ പാട്ടുകളും കേൾക്കണം. അങ്ങനെ ഒരു എന്താ പറയാ, യഥാർത്ഥത്തിലുള്ള ഒരു മ്യൂസിക്കിനെ എങ്ങനെ ഒരാൾ നോക്കിക്കാണണം എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ ഉത്തമ ഉദാഹരണമാണ് പി ജയചന്ദ്രൻ എന്നുള്ളൊരു ഗായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാവഗായകൻ എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അക്ഷരസ്ഫുടതയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അദ്ദേഹം. അങ്ങനെ എന്താ പറയാ, ഓരോ അക്ഷരം പെറുക്കി നമുക്ക് കേൾക്കാം, ആ രീതിയിലാണ്. അപ്പോ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി, എന്താ പറയാ, അനിവാര്യമായതാണെങ്കിലും കുറച്ച് വളരെ മുന്നെയാണ് പോയത് എന്നുള്ളൊരു ദുഃഖമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു അംഗീകാരങ്ങളും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു പത്മശ്രീക്ക് എന്നേ കിട്ടേണ്ടതായിരുന്നു അദ്ദേഹത്തിന്. അപ്പോ ഭാവഗായകന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കേൾക്കുന്നു. നമസ്കാരം. അടുത്തതായി ഈ വേദിയിൽ അനുസ്മരണ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി പുരോഗമന കലാസാഹിത്യ സംഘം ചേർപ്പ് മേഖല പ്രസിഡന്റും ഈ വായനശാലയുടെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാനായ ശ്രീ TR വിജയേട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവര്, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ അൻവർ, അധ്യക്ഷത വഹിച്ച സിബിൻ ചന്ദ്രൻ, ഉദ്ഘാടനം നിർവഹിച്ച യദു, സുരേഷ് വിയൻ, ശ്രീമതി വിദ്യ രമേശ്, ഡോക്ടർ KT ശ്രീജ, പ്രജിത്ത്, ജയകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ വേദിയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജയചന്ദ്രന്റെ അനുസ്മരണം നടത്താൻ ഒരുപാട് യോഗ്യരായിട്ടുള്ള ആളുകളോട്, ശ്രീജ ടീച്ചറെ പോലുള്ള ആളുകളും യദുവിനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഓർത്തു പറയാനായിട്ടൊന്നില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിലുള്ള സംഗീതത്തിന്റെയും സിനിമാ പാട്ടുകളുടെയൊക്കെ ഇതിൽ പറയുമ്പോൾ ആദ്യം ഓടിയെത്ത ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസ് തന്നെയാണ്. അതിനുശേഷം പിന്നെ ഒരു ഭാവഗായകനായിട്ടാണ് ജയചന്ദ്രൻ രംഗത്തും സിനിമയിലൊക്കെ വന്നിട്ടുള്ളത്. അദ്ദേഹം കർണാട്ടിക് സംഗീതം, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷെ ഭാവഗായകനായിട്ട് നമ്മളെ കോരിത്തെരിപ്പിച്ച ഒരു വ്യക്തി മറ്റൊരു ആളും നമ്മുടെ സിനിമാ മേഖലയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടില്ലതാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഇവിടെ നമ്മുടെ ഈ ലൈബ്രറി, അതിന്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ കാണിച്ച ഈ സുഷ്കാന്തിക്ക് അവരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭാവഗായകനായിട്ടുള്ള ജയത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അനുസ്മരണം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി വായനശാല ഭരണസമിതി അംഗമായിട്ടുള്ള ജയകൃഷ്ണേട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വായനശാലയുടെ പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ, ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത പിന്നണി ഗായകൻ യദു എസ് മാര, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ്, ക്ഷേമകാര്യ ചെയർമാൻ വിദ്യാ രമേശ്, 10ാം വാർഡ് മെമ്പർ പ്രജിത്ത്, വേദിയിലുള്ള എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. സംഗീത ലോകത്തും നാടകരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളെ എല്ലാവരും പേര് പറഞ്ഞ സമയങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജയേന്ദ്രനെ നമ്മൾ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 44 എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ച ജയചന്ദ്രൻ ഏതാണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഇരിങ്ങാലക്കുടയിലേക്ക് എത്തുകയും ഇരിങ്ങാലക്കുടയിലെ നമ്മുടെ കുട്ടംകുളം തൊട്ടടുത്തുള്ള തെക്ക് ഭാഗത്തുള്ള വീട്ടിൽ താമസമാക്കുകയും ചെയ്തു. അവിടെ നിന്ന് നാഷണൽ സ്കൂളിലും പിന്നീട് ക്രൈസ്റ്റ് കോളേജിലുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പലരും അനുസ്മരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ തുടക്കം മൃദംഗത്തിൽ നിന്നാണ്. മറ്റെല്ലാ കലകളിലും പ്രാവീണ്യം തെളിയിച്ച ഒരു കലാകാരനായിരുന്നു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഭാവഗായകൻ എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ പി ജയചന്ദ്രൻ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഇരിങ്ങാലക്കുട പൗരാവലി ഒരു സ്വീകരണം നൽകുന്നത്. അത് ഇരിങ്ങാലക്കുട ആൽത്തറയിൽ നിന്ന് ഉണ്ണായി വാര്യർ സ്മാരക കലാലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി അവിടെ സ്വീകരണം നൽകുകയും അദ്ദേഹത്തിന്റെ ചില പാട്ടുകളൊക്കെ അന്ന് കേൾക്കാൻ അവസരമുണ്ട്. അന്ന് എനിക്ക് പാട്ടുകളെ കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല. നല്ല പാട്ട് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അത് ആരാണ് എഴുതിയതെന്നോ ആരാണ് അതിന്റെ സംഗീതം ചെയ്തതെന്നോ ആരാണ് പാടിയതെന്നോ അറിയില്ല. പക്ഷെ എന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു ജയചന്ദ്രന്റെ അച്ഛൻ രാമവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അല്പം മാനസികമായ വെല്ലുവിളി നേരിടുന്ന ആളായതുകൊണ്ട് രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും ആൾ പുറത്തേക്ക് വരും. ഷർട്ട് തോളിലാണ് ഇടുക. ഇരിങ്ങാലക്കുട പെട്രോൾ പമ്പിന്റെയും ടാക്സി സ്റ്റാൻഡിലൊക്കെ കറങ്ങി നടക്കും. അത്യാവശ്യം പാട്ടുകളൊക്കെ പാടും. സംഗീതത്തിൽ നല്ല അറിവുള്ള ഒരാളാണ്. അപ്പൊ അച്ഛന്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതുകൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ജയചന്ദ്രന്റെ സ്വീകരണമുണ്ട്, ജയക്കുട്ടൻ എന്നാ വിളിക്കുക. അപ്പൊ നീ വേണമെങ്കിൽ അതിന്റെ കൂടെ അങ്ങോട്ട് പോയിക്കോ. ഞാൻ ജോലി കഴിഞ്ഞിട്ട് അച്ഛനന്ന് ഇരിയാളുടെ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ പുറത്തുശ്ശേരിക്കാരൻ കൂടിയാണ്. അച്ഛന് വളരെ കാലമായിട്ട് അവരുടെ കുടുംബം ഒരു ഇരിയാളോട് വന്നതുപോലുള്ള ബന്ധമുണ്ട്. അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ പോയി. അപ്പൊ അന്ന് കേട്ട പാട്ടുകള് കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി. വരികൾ മുഴുവൻ ചിലപ്പോൾ തെറ്റായിരിക്കും, എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. അതിനുശേഷം പിന്നെ ഇവിടെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്നുള്ള പാട്ട്. പിന്നെ നീല നിശീദിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി നിന്നു. പിന്നീട് നിന്മണി അറയില് നിരവധി പാട്ടുകൾ ഓർത്തോർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി. എനിക്ക് പല പാട്ടുകളും ഓർമ്മയും. അങ്ങനെ ഒടുവിലേക്ക് വരുമ്പോ ഇവിടെ ടീച്ചറെ സൂചിപ്പിച്ച പോലെ ശാരദാംബരം ചാരുചന്ദ്രിക വീതിയിൽ മുഴുകിയിടവേ. പിന്നീട് ഏറ്റവും ഒടുവില് ഇപ്പൊ 3 ദിവസം മുമ്പ് പുറത്തു വന്നു എന്ന് പറയുന്ന ഗാനം, ആ ഗാനത്തിന്റെ വരികൾ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ സിനിമ അതിന്റെ സംവിധായകൻ അപ്പൊ ആ ശ്രീജിത്ത് പൊയിൽക്കാവിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായി. ഈ ചാക്കോടിയും ഞങ്ങളൊക്കെ ചേർന്ന് ഇവിടെ വയനാടിനൊരു കൈത്താങ്ങുന്ന രീതിയിൽ നാടകം കളിച്ചു പോകുന്ന കൂട്ടത്തിൽ ഏങ്ങണ്ടിയൂരി എന്ന് കഴിഞ്ഞപ്പോ ചാക്കോടിയുടെ ഒരു നാടക രംഗത്തെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീജിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഏങ്ങണ്ടിയൂർ വരണം, ഒരു പരിപാടിയുമായി. അവിടെ വന്നപ്പോ അദ്ദേഹത്തെ ഉദ്ഘാടനം കളിക്കും. അപ്പൊ അദ്ദേഹത്തെ അവിടെ വെച്ച് പരിചയപ്പെടാൻ അദ്ദേഹം ഭാര്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കൂടിയുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം നിർമ്മിച്ച, അദ്ദേഹത്തിന്റെ സംവിധാനം ചെയ്ത നജസ് എന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം 81 വയസ്സ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ
കരിമുകിൽ പാട്ടിലെ അല്ലെങ്കിൽ മഞ്ഞലയും മുങ്ങിത്തോർത്തി തുടങ്ങി അവിടെ നിന്നിട്ട് തുടങ്ങി ഏതാണ്ട് 16,000 ചില്ലാനും പാട്ടുകൾ വിവിധ ഭാഷകളിലായി മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കർണാടക അടക്കം നിരവധി ഭാഷകളിൽ 16,000-ഓളം പാട്ടുകൾ പാടിയ നമ്മുടെ ഭാവഗായകൻ പലരും അനുസ്മരിക്കുന്നത് പോലെ ആ ഗാനങ്ങൾക്ക് എന്ത് ഭാവമാണോ കൊടുക്കേണ്ടത് അത് അറിഞ്ഞു പാടുകയും ആ ഭാവം നമ്മളിലേക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തൊരു ഗായകൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് പാടുന്നുണ്ടോ അല്ലെങ്കിൽ അരങ്ങത്തുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അവസാനം ഈ 81-ാമത്തെ വയസ്സിൽ പാടുമ്പോൾ പോലും ഞാൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കേട്ട കരിമുകിൽ പാട്ടിലെയോ അല്ലെങ്കിൽ നിന്മണി അറയിലെയോ ഒക്കെ പാട്ട് പാടിയ അതേ ശബ്ദം തന്നെയാണ് ഏറ്റവും ഒടുവിലും നിലനിർത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. യേശുദാസിനെ കുറിച്ച് നമുക്ക് അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. വലിയ ഗായകനാണ്, ഗാനഗന്ധർവനാണ്. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായിട്ട് ശബ്ദത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് കേൾവിക്കാർക്ക് അറിയാൻ കഴിയും. പക്ഷെ ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവസാനം മരിക്കുന്നത് വരെ അദ്ദേഹം ആ ശബ്ദം നിലനിർത്താനും ആ ശബ്ദത്തിലെ യുവത്വം നിലനിർത്താനും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോഴില്ല. ഇവിടെ അനുസ്മരിച്ചതുപോലെ ജനുവരി മാസം 9-ാം തീയതി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. 11-ാം തീയതി ചേന്നമംഗലത്തെ അദ്ദേഹത്തിന്റെ പാലിയത്ത് തറവാട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കാരം നടത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. എന്തായാലും ആ ഗായകനോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പിന്നണി ഗായകർക്കൊപ്പം, അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ള ശ്രോതാക്കൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ആ നിര്യാണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അടുത്ത അനുസ്മരണ സന്ദേശം നൽകുന്നതിന് വേണ്ടി പ്രശസ്ത നാടക പ്രവർത്തകൻ, നമ്മുടെ സൺഡേ മിററിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രിയങ്കരനായ ചാക്കോ മാഷെ ക്ഷണിക്കുന്നു. പ്രിയ അധ്യക്ഷൻ, ഞങ്ങളുടെ കുടുംബ സുഹൃത്തും ശ്രീജ ടീച്ചറുടെ സംഗീത ശിഷ്യനുമായിട്ടുള്ള യദു ഉദ്ഘാടകൻ, ബാക്കി വേദിയിലും സദസ്സിലുമുള്ള വ്യക്തികളെ, സിനിമ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതും കേരളം കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള 10 സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ഇന്ത്യ കണ്ട 10 മികച്ച നടന്മാരെടുത്താൽ അതിൽ ഒന്നാണ് ഭരത് പി. ചാൻ. അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ പെർഫോമൻസ്, അതും ഒരു ചാനലുകാരൊക്കെ ചില അവസാന സീനുകൾ കട്ട് ചെയ്യുന്ന പോലെ ഒന്നും സംഭവിക്കാതെ തന്നെയാണ്. പ്രിയനന്ദനന്റെ കെയർ ഓഫിലാണ് ഈ സിനിമ നമുക്കിവിടെ എത്തിയിരിക്കുന്നത്. പ്രിയനന്ദന്റെ പ്രൊജക്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പി. ജയേന്ദ്രനെ കുറിച്ച് അനുസ്മരണ പരിപാടികളായിട്ട് നമ്മൾ അതിന്റെ അന്ന് ബോഡി വന്ന അന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറച്ചുപേര് സംസാരിച്ചൊരു പ്രധാന കാര്യമുണ്ട്. അപ്പൊ എന്നോട് 2 പേര് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, നമ്മൾ റാഫീനെ എങ്ങനെയാണ് ഓർക്കുന്നത്. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു എക്സ്പ്രഷൻ, മെലഡികളിലൂടെയുള്ള എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഇവിടെ പി. ജയേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇത്രയധികം വൈവിധ്യമാർന്ന പാട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും അതിന്റെയൊക്കെ എക്സ്പ്രഷൻ കൂടിയാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിന്റെ ഭാവനയുടെ വൈവിധ്യം എന്ന് പറയുന്നത് അതിന്റെ കവിതകളിലൂടെയും ഇതേപോലുള്ള ഗാനരചനകളിലൂടെയും ഒക്കെ വരുന്നു, മെലഡികളിലൂടെ വരുന്നത് തീർച്ചയായിട്ടും അത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മള് ഈ 16,000-ഓളം ഇത്തരം ഭാവഗീതങ്ങളും യേശുദാസ് പാടിയതും അതുപോലെ ഒരുപാട് മഹാപ്രതിഭകൾ പാടിയ പാട്ടുകൾ ഇല്ലായിരുന്നെങ്കിൽ എത്രമാത്രം വയലൻസ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ കൂടുമായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. വളരെ വയലൻസ് ഉള്ള പാട്ടുകൾ അവിടെ ഉള്ളപ്പോ തന്നെ നമ്മൾക്ക് ബഹുഭൂരിപക്ഷം മനുഷ്യന് സമാധാനപരമായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വയലന്റായ പാട്ടുകളല്ല രാത്രികൾ കേൾക്കുന്നത്. റാഫിയുടെ പാട്ടുകൾ, ലതാജിയുടെ പാട്ടുകൾ, സുശീലാമ്മയുടെ പാട്ടുകൾ, ജയന്തന്റെ പാട്ടുകൾ, ഇങ്ങനെ ഏറ്റവും മെലോഡിയസ് ആയ പാട്ട്, അത് ഏറ്റവും നല്ല സംഗീത സംവിധായകർ ചെയ്ത ഏറ്റവും മെലോഡിയസ് ആയ പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ഉറങ്ങാൻ താല്പര്യപ്പെടുന്നത്.
അപ്പോ ഈ ഗായകൻ എന്ന് വെറുതെ പറയുന്നതല്ല, ഇത്തരം ഭാവഗീതങ്ങൾ ഇല്ലാത്തൊരു സമൂഹത്തെ ചിന്തിക്കാൻ പറ്റില്ല. ലോക നിലവാരത്തിലുണ്ട് ഒരുപാട് ലവ് സോങ്സ്, കൺട്രി സോങ്സ്, സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഈ ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ടുള്ള അതിമനോഹരമായ പാട്ടുകൾ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ഇങ്ങനെ ഒരു വലിയൊരു ചരിത്രമാണ് ഈ സംഗീതം. മനുഷ്യന്റെ തന്നെ, അല്ലെങ്കിൽ ഒരു കുയില് മതിയായിരുന്നല്ലോ, ഒരു കുയിലിനപ്പുറത്തേക്ക് മനുഷ്യഭാവന പോകുന്നത് കൊണ്ടാണല്ലോ ഇത്രയും നല്ല ലിറിക്സ് വരുന്നത്. ആ ലിറിക്സ് എല്ലാം അതിന്റെ ചേരേണ്ട സ്ഥലത്ത് സിനിമകളിൽ കൃത്യമായിട്ട് ചേരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്നൊരു കേരളത്തെ നമുക്ക് സമ്മാനിക്കുന്നതിൽ ഇതേപോലുള്ളൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര സ്വഭാവമുള്ള, ഞാനത് പറയാൻ കാരണം ഈ ഡെമോക്രാറ്റിക് സെക്യുലർ സ്ഥലത്താണ് ഈ ഏറ്റവും വൈവിധ്യമാർന്ന എക്സ്പ്രഷൻസ് വരുന്നത്. ഒരു ഏകാധിപത്യ രാഷ്ട്രം എടുത്ത് നോക്കൂ, ഹിറ്റ്ലർ ഭരിക്കുന്ന സമയത്ത് അവിടെ ഭാവഗീതങ്ങളില്ല. ബിത്തോവന്റെ സിംഫണി കേട്ടാൽ തന്നെ ഒരു സൈനിക യൂണിറ്റിനെ കൊന്നുകളഞ്ഞ ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ. കാരണം ബിത്തോവന്റെ സിംഫണി കേട്ടു. അങ്ങനെയാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ഏത് രാജ്യത്തെ ഏകാധിപത്യം വന്നാലും ഇത്തരം സാധ്യതകൾ നശിപ്പിക്കുകയും ഒറ്റ തരത്തിലുള്ള, അത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഏകാധിപതികളെ അടിച്ചേൽപ്പിച്ച് പാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കുന്നു, പാട്ടുകാർ പ്രാന്തായി പോകുന്നതും സൂസൈഡ് ചെയ്യുന്ന പോലുള്ള ചരിത്രങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടാണ് നമ്മൾ വളരെ വൈവിധ്യമാർന്നിട്ടുള്ള ഈ സിനിമകളും അതിന്റെ അനുസരിച്ചുള്ള ഭാവഗീതങ്ങളും മെലഡികളൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ഒരു ചരിത്രത്തില് പുതിയ തലമുറ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് ജോൺ കീറ്റ്സ് പറയുന്നത്. തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അത് എറ്റേണൽ ആണ്. ആള് മരിച്ചാലും ഭൗതിക ശരീരം മാത്രമേ പോകുന്നുള്ളൂ. ആ എക്സ്പ്രഷൻസ് 16,000 പാട്ടുകളുടെയും അതുപോലെ ലക്ഷക്കണക്കിന് നമ്മുടെ ഈ ഭാവഗീതങ്ങളെല്ലാം ചേരുന്ന ഒരു അന്തരീക്ഷം, അത് കാലത്തെ കാലം സ്വന്തമാക്കിയിരിക്കുകയാണ്. അത് അനശ്വരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ബാഹ്യമായിട്ടുള്ള പളപളപ്പുകളല്ല, ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ പുതിയ തലമുറ ഏറ്റെടുക്കേണ്ടത്. വയലൻസിൽ നിന്ന് വിട്ട് ഒരുപാട് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും അനുസ്മരണങ്ങളായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പി ജാനിനെ കുറിച്ച് പറയാനുണ്ട്. സിനിമയ്ക്ക് മുമ്പ് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെഷൻ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് മുമ്പ് നിർമാല്യം ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ജീവചരിത്ര ഗ്രന്ഥം സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ചെയ്തു കൊടുത്താണ്, പി ജാനി ജീവിതരാഹ്വാനം. അതിനുവേണ്ടി സ്റ്റഡി ചെയ്തപ്പോൾ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് സ്ക്രീനൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. എന്തായാലും സൺഡേ മിററിന് എല്ലാവിധ ഭാവുകങ്ങളുണ്ട്. കാരണം ഭാവി തന്നെ അതാണ്, വായനശാലകൾ ഇതേപോലെ ലൈവ് ആകുക എന്നുള്ളതാണ്. അത് സൺഡേ മിറർ, പാട്ട്, നാടകം എല്ലാം കൂടി ചേരുന്ന പോലെ ഞാൻ എന്നും പറയാറുണ്ട്, കേരളത്തിലെ എല്ലാ വായനശാലകൾക്കും ഒരു മാതൃകയാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് നല്ലൊരു ഭരണസമിതി ഉണ്ട്, നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ, നല്ല ഓഡിയൻസ് ഉണ്ട്, എല്ലാവർക്കും കൂടി ഇതാണ്. അപ്പോ പ്രണാമം നമ്മുടെ ജയചന്ദ്രൻ ഭാവഗായകന് പ്രണാമം കൂടി, പി ജാനടിക്കും, ഒപ്പം തന്നെ നമ്മൾ NT, ഒപ്പം തന്നെ സക്കീർ ഹുസൈൻ, എല്ലാവരും നമുക്ക് വിട്ടുപോവുകയാണ്. അപ്പോ അവർക്കെല്ലാം കൂടിയുള്ള പ്രണാമം കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ പി ജയചന്ദ്രൻ അനുസ്മരണ സമ്മേളന സെക്ഷൻ ഇവിടെ പൂർത്തിയാവുകയാണ്. തുടർന്ന് നമ്മളിവിടെ 3 പ്രതിഭകളെ അനുമോദിക്കുന്നുണ്ട്. ആ ചടങ്ങ് പ്രിയങ്കരനായ യദു എസ്മാരാർ നിർവഹിക്കും. അപ്പോ ഈ അനുസ്മരണ സമ്മേളനത്തിന് നന്ദി പറയുന്നതിനായി വായനശാലയുടെ സെക്രട്ടറി പ്രിയങ്കരിയായ സുലജ സദനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രി അവതരിപ്പിക്കുന്ന സൺഡേ മിറർ എന്ന് പറയുന്ന ഈ പരിപാടി ഇന്ന് നമുക്കിവിടെ നടന്നിരുന്നത് ജയചന്ദ്രൻ അനുസ്മരണ ചടങ്ങായിരുന്നല്ലോ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് വായനശാല പ്രസിഡന്റ് ശ്രീ സിബിൻ ടി ചന്ദ്രൻ അവർകളായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ചത് വായനശാല ഭരണസമിതി അംഗമായ ശ്രീ AS അൻവർ അദ്ദേഹമാണ്. അദ്ദേഹത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇന്നിവിടെ എത്തിച്ചേർന്നത് പ്രശസ്ത പിന്നണി ഗായകനും വാദ്യകലാകാരനുമായ ശ്രീ യദു എസ്മാരാറാണ്. അദ്ദേഹത്തിനും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
ഇന്നിവിടെ അനുസ്മരണ സമ്മേളനം നടത്തിയ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് വി എൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ അനുസ്മരണ സമ്മേളനം നടത്തിയ ശ്രീമതി വിദ്യ രമേശ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അദ്ദേഹത്തിനും അവർക്കും ഞാൻ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ അനുസ്മരണ സമ്മേളനം നടത്തിയ സംഗീത അധ്യാപിക, ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് സംഗീത അധ്യാപിക ഡോക്ടർ KT ശ്രീജ ടീച്ചർക്കും 10ാം വാർഡ് മെമ്പർ ശ്രീ പ്രജിത്ത് KBക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ അനുസ്മരണ സമ്മേളനം നടത്തിയ നാടക പ്രവർത്തകനായ ചാക്കോടി അന്തികാട്, ശ്രീ TR വിജയൻ അവർകൾ, വായനശാല ഭരണസമിതി അംഗം ശ്രീ ജയകൃഷ്ണൻ എന്നിവർക്കും വളരെ സ്നേഹത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാർക്കും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാർക്കും മറ്റു വായനശാല ഭരണസമിതി അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളന സെക്ഷൻ പൂർത്തിയായി. അടുത്തതായി അനുമോദന ചടങ്ങാണ്. അനുമോദനം ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി യദു എസ് മാരാറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി വായനശാല ഭരണസമിതി അംഗം ശ്രീ AS അൻവറിനെ മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുന്നു. അനുമോദന ചടങ്ങിലേക്ക് പേര് വിളിക്കുന്ന മുറയ്ക്ക് കുട്ടികൾ ഇവിടെ വന്ന് ആ പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടതാണ്. ആദ്യമായി KR രേവതിയാണ്. ഈ കുട്ടി SCERT പാഠപുസ്തക ചിത്രരചന മത്സരത്തില് നമ്മുടെ നാടിന്റെ അഭിമാനമായി തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാഠപുസ്തകത്തിന്റെ ചട്ടയിലാണ് ഇത് വരും നാളുകളിൽ നമ്മളുടെ കുട്ടികൾ കാണാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി രേവതിയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം 2025 നടന്നപ്പോ അതില് കുച്ചിപ്പിടി വിഭാഗത്തില് കുറെ കാലങ്ങളായി ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും അവരുടെ കുടുംബം തന്നെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൊടുക്കുകയും ചെയ്തു പോരുന്നുണ്ട്. സ്കൂൾ കലോത്സവം 2025 കുച്ചിപ്പിടിയിൽ A ഗ്രേഡ് നേടിയ നമ്മുടെ ഈ നാടിന് അഭിമാനമായിട്ടുള്ള ആദ്യ ബിജോയിയെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് CRTS ആണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വിഭാഗത്തില് HS വിഭാഗം സംഘനൃത്തത്തിലാണ് മിടുക്കിയായിട്ടുള്ള കുട്ടി അതിന്റെ ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടി ഇവിടെ നൽകുന്ന ആ പുരസ്കാരത്തിന് CRTSനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും HH രവിവർമ്മ വായനശാലയുടെ അഭിനന്ദനങ്ങൾ നേരുന്നു. തുടർന്ന് നമ്മുടെ പ്രിയങ്കരനായ യദു എസ് മാരാർ നമുക്ക് വേണ്ടി P ജയചന്ദ്രൻ അവர்களுടെ ഒരു ഗാനം കൂടി ഈ വേദിയിൽ ആലപിക്കുന്നു. ഒരു പാട്ട് കൂടെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അധികം പഴയ പാട്ടല്ല, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തില് മഴത്തുള്ളി കിളിക്കും എന്ന സിനിമയില് ജയേട്ടൻ പാടിയ ഒരു അതിമനോഹരമായ ഒരു ഗാനമാണ്.
അടുത്ത് തന്നെ വിളിക്കും. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാൻ, ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, ഉറങ്ങാത്ത മോഹം തേടും ഉഷസ്സിന്റെ കണ്ണീർ തീരം, കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാദാഹം, കനൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ, തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നിലയ്ക്കാതെ വീശും കാറ്റിൽ നിറയ്ക്കുന്നതാരീരാഗം, വിതുമ്പുന്ന വിണ്ണിൽ പോലും തുളുമ്പുന്നു തിങ്കൾ താലം, നിഴലിന്റെ മീമൂടുവാൻ നിലാവേ വരൂ, തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാൻ, ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ. താങ്ക് യു. അടുത്തായി തിയോസി നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു. ഞാൻ പാടുന്നത് ലാലട്ടൻ. എൻ്റെ കാലത്തായിരുന്നു എൻ്റെ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടൊരു പടമാണ്. 2005-2004 ഇറങ്ങിയാലോ ബ്ലസ്സി സംവിധാനം ചെയ്തൊരു പടമായിരുന്നു തന്മാത്ര. നമ്മുടെ ലാലേട്ടൻ അതിഗംഭീരമായി അഭിനയിച്ചൊരു സിനിമ കൂടിയായിരുന്നു തന്മാത്ര. ആൽഷിമസ് രോഗമായിട്ട് ഒരു കഥാപാത്രമായിരുന്നുകൊണ്ട് ആ സിനിമയിലെ ഒരു ഗംഭീര പാട്ടാണ്. നമ്മുടെ മനുഷ്യ ചേട്ടൻ പാടിയ ഒരു പാട്ടാണ്. ഇതളർന്നു വീണ പനിനീതങ്ങൾ തിരികെ ചേരും പോലെ. നല്ല വരികളുള്ള ഒരു പാട്ടാണ്. വീഡിയോ ഞാൻ കണ്ടില്ല, കുറേ പ്രാവശ്യം കണ്ടു ഞാൻ അസലായിട്ട്. ആ പാട്ടാണ് പാടുന്നത്. കൈതപ്പുറാണ് വരികൾ. നമ്മുടെ PJ എന്താണ് പാടുന്നത്, മോഹസിത്താര സംഗീതം. ഇതളൂന്നു വീണ പനി നീതളങ്ങൾ തിരികെ ചീരും പോലെ ദളമർമരങ്ങൾ ശ്രുതിയോടു ചേർന്നു മോളും പോലെ വെഞ്ചന്ദ്രനെ കൈകൊമ്പിളി പോലെ വിടരുന്നു മിഴി തോന്നൊരേ മൗനങ്ങളിൽ പൊതുഗാനമുണരുന്നു. ഇതളൂർന്നു വീണ പരിനീർദളങ്ങൾ തിരികെ ചേരും പോലെ ദളമർമരങ്ങൾ ശ്രുതിയോട് ചേർന്നോളും പോ
നനയുമിരുളിൻ കൈകളിൽ നിറയെ മിന്നൽ വളകൾ താമരയിലയിൽ മഴനീർ മണികൾ തൂവി പൈണം ഓക്കാനൊരു നിമിഷം നെഞ്ചിൽ ചേർക്കാനൊരു ജന്മം ഈ ഓർമ്മ പോലും ഒരു ഉത്സവം ജീവിതം ഗാനം ഇതളൂർന്നു വീട പനിനേതളങ്ങൾ തിരികെ ചേരും പോലെ ദളമരങ്ങൾ ശ്രുതിയോടു ചേർന്ന് മോളം പോലെ. പകരുവാഴാൻ പതിവായി വരുമേ സൂര്യൻ പോലും പാതിരാവിൽ പടികളിറങ്ങും താനേ മായം കരയാതെടിക്കിളിയേ കണ്ണി തൂവാതിൻ മുകിലേ പുലർകാല സൂര്യൻ പോയി വരും വീണ്ടും ഈ വെണ്ണിൽ ഇതളൂർന്നു വീട പനിനീർതളങ്ങൾ തിരികെ ചേരും പോലെ ദളമരങ്ങൾ ശ്രുതിയോട് ചേർന്നോടും പോലെ വെഞ്ചന്ദ്രനെ കൈകുമ്പിളി പോലെ വിടരുന്നു മിഴി തോന്നരേ മോളങ്ങളിൽ പുതുഗാനമുണരുന്നു ഇതളൂർന്നു വീണ പരിനീതളങ്ങൾ തിരികെ ചേരും പോലെ ദളമരങ്ങൾ ശ്രുതിയോട് ചേർന്നു മോളും പോലെ. താങ്ക് യു. താങ്ക് യു. തിയോ.